ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് വന്നിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ റെയിൽവേ എക്സാം ഏറ്റവും പുതിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ റെയിൽവേ എക്സാം അപ്ഡേറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ് നമുക്ക് നോക്കാം. അതില് സദേൺ റെയിൽവേയില് 3518 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സദേൺ റെയിൽവേയില് 3518 അപ്രന്റീസ് അവസരമാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, പാലക്കാട്, കോയമ്പത്തൂര്, പേരമ്പൂർ, സേലം, ചെന്നൈ, പൊന്മല, തിരുച്ചിറപ്പള്ളി, മധുര ഡിവിഷനിലാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത്. 1 മുതൽ 2 വർഷ പരിശീലനം ഉണ്ടായിരിക്കും. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനിലായിട്ട് 710 വാക്കൻസീസ് തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനിലുണ്ട്. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് +2 ITI, അതാത് സെക്ടേഴ്സിൽ അതാത് ഫീൽഡിൽ അതാത് കാറ്റഗറിയിലുള്ള ക്വാളിഫിക്കേഷൻ ആണ്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, +2 കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, ITI കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡെഡ് ലൈൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 25 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്താ പറഞ്ഞത്, ദക്ഷിണ റെയിൽവേയില് സദേൺ റെയിൽവേയില് 3518 അപ്രന്റീസിന്റെ അവസരങ്ങളാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ 710 ഒഴിവുകളാണുള്ളത്. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ITI ആണ്. അവസാന തീയതി സെപ്റ്റംബർ 25 വരെയാണ്. സദേൺ റെയിൽവേയിൽ 3518 അപ്രന്റീസ് അവസരം. തിരുവനന്തപുരം, പാലക്കാട്, കോയമ്പത്തൂര്, പേരമ്പൂർ, സേലം, ചെന്നൈ, പൊന്മല, പിന്നെ ഏതാ പറഞ്ഞ തിരുച്ചിറപ്പള്ളി അല്ലെ, മധുര ഡിവിഷനിലാണ് അവസരം വന്നിട്ടുള്ളത്. അവിടെ പരിശീലനം ഉണ്ടായിരിക്കും കേട്ടോ, ട്രെയിനിങ് ഉണ്ടായിരിക്കും. 1 to 2 വർഷം വരെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതിൽ 710 വാക്കൻസീസും തിരുവനന്തപുരം അതുപോലെ തന്നെ പാലക്കാട് ഉള്ളവരെയാണ്. സെപ്റ്റംബർ 25 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ കാറ്റഗറീസ് ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതായത് ഫ്രഷർ കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ ITI കാറ്റഗറി ഉണ്ട് കേട്ടോ. ഫ്രഷർ കാറ്റഗറിയിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ വിഭാഗങ്ങളാണ് ഒഴിവ് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിറ്റർ, പെയിന്റർ, വെൽഡർ. അത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 50% മാർക്ക് 10ാം ക്ലാസ്സിൽ മതിയാകും. അടുത്തത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ MLT അല്ലെ, റേഡിയോളജി, പെത്തോളജി, കാർഡിയോളജിയിൽ അതിൽ +2 കഴിഞ്ഞാൽ മതി. 50% മാർക്സ് ആഫ്റ്റർ സ്റ്റഡിങ് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. അപ്പൊ അത് മൂന്നും പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി +2 കഴിഞ്ഞാൽ മതി. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. റേഡിയോളജി, പെത്തോളജി, കാർഡിയോളജിയിൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു ഫ്രഷർ കാറ്റഗറിയിൽ ഫിറ്റർ, പെയിന്റർ, വെൽഡർ. 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ്സിൽ 50% മാർക്ക് വേണം. ഇനി ഞാൻ +2 കഴിഞ്ഞതാണ്, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, +2 കഴിഞ്ഞവരാണെങ്കിൽ റെയിൽവേയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്ലൈ ചെയ്തോളൂ. MLT മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, അതിൽ MLT പഠിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. +2ല് എന്ത് പഠിച്ചാൽ മതി, ഫിസിക്സോ കെമിസ്ട്രി ബയോളജി, ഫിസിക്സോ അല്ല എല്ലാം പഠിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. +2 സയൻസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് വെറുതെ കംപ്ലീറ്റ് ചെയ്യല്ല, 50% മാർക്കോടെ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ITI കാറ്റഗറി നമുക്ക് നോക്കാം. അതില് ഫിറ്റർ, ടേണർ, മെഷീനിസ്റ്റ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പിന്നെ എന്താ ഡീസൽ മെക്കാനിക്, കാർപെന്റർ, പെയിന്റർ, വെൽഡർ, G&E, വയർമാൻ, അഡ്വാൻസ് വെൽഡർ, പ്ലംബർ, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ. അതുപോലെ തന്നെ മെക്കാനിക് റെഫ്രിജറേറ്റർ ആൻഡ് AC, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, COPA, PSA എന്നുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നുള്ള ഫീൽഡുകളിലേക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കാം. ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഫിറ്റർ, പെയിന്റർ, വെൽഡർ. ഇനി +2 കഴിഞ്ഞവർക്ക് MLT. ഇനി ITI കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 50% മാർക്കോടെ 10ാം ക്ലാസ് ജയിച്ചിരിക്കും എന്നുള്ള കാര്യം ഒന്നാമത്. ബന്ധപ്പെട്ട ട്രേഡിൽ എന്ന് പറയുമ്പോൾ ഫിറ്റർ, ടേണർ, മെഷീനിസ്റ്റ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഡീസൽ മെക്കാനിക്, കാർപെന്റർ അങ്ങനത്തെ ബന്ധപ്പെട്ട ട്രേഡിൽ NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത ITI കോഴ്സ് ജയിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ തന്നെ വരുന്നതാണ് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസ്. 10ാം ക്ലാസ് ജയം ബന്ധപ്പെട്ട ട്രേഡിൽ NCVT, NCCVT അംഗീകൃത ITI കോഴ്സ് പാസ്സാവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ തന്നെ വരുന്നതാണ് സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ആൻഡ് സ്റ്റെനോഗ്രാഫർ ഇംഗ്ലീഷ്. അത് +2 ജയിച്ചിരിക്കണം. ബന്ധപ്പെട്ട ട്രേഡിൽ NCVT, SCVT അംഗീകൃത ITI കോഴ്സ് ജയിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ
ഫ്രഷർ കാറ്റഗറിയിൽ 2 ഫീൽഡുകളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഫ്രഷർ കാറ്റഗറിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ +2 കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ 50% മാർക്ക് വേണം. ഇനി +2 കഴിഞ്ഞവരാണെങ്കിൽ +2 സയൻസ് പഠിച്ചവരായിരിക്കണം എന്നുള്ള നിർബന്ധവും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ITI കാറ്റഗറിയിലാണെങ്കിൽ ITI കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. ITI കഴിഞ്ഞവരിൽ എന്താണ് ബന്ധപ്പെട്ട ട്രേഡിൽ അതിൽ 3 കാറ്റഗറീസാണ് വരുന്നത്. ഇപ്പൊ ഫിറ്റർ ടേൺ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റെനൻസും വരുന്നുണ്ട്, സെക്രട്ടറിയൽ അസിസ്റ്റന്റ് ആൻഡ് സ്റ്റെനോഗ്രാഫറും വരുന്നുണ്ട്. സോ ഇതിലോട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബന്ധപ്പെട്ട ട്രേഡിൽ NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത ITI കോഴ്സ് ജയിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിലെല്ലാത്തിലും ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ 50% മാർക്ക് വേണം. എന്നാൽ SC ST കാറ്റഗറിക്കും ഭിന്നശേഷിക്കാർക്കും 10ാം ക്ലാസ്സിൽ 50% മാർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദം, ഡിപ്ലോമ, വൊക്കേഷണൽ സർട്ടിഫിക്കറ്റ് യോഗ്യതക്കാർ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവർ അപേക്ഷിക്കേണ്ടതില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഏജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രഷർ കാറ്റഗറി ഉണ്ട്. ആ ഫ്രഷർ കാറ്റഗറിയിലാണ് നമ്മൾ പറഞ്ഞ 10ാം ക്ലാസ് ആണ്. 15 to 22 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ITIയും അതുപോലെ തന്നെ MLTയിലും 15 to 24 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ബേസിക് ഏജ് എന്ന് പറഞ്ഞ് 15ഉം ഏറ്റവും കൂടുതൽ വലിയ ഏജ് എന്ന് പറഞ്ഞ് 24 വയസ്സുമാണ്. ഏജ് റിലാക്സേഷനെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി സ്റ്റൈപ്പൻഡ് ഉണ്ട്. സ്റ്റൈപ്പൻഡ് ഫ്രഷർ കാറ്റഗറീസ് 10ാം ക്ലാസ് പാസ്സായവരാണെങ്കിൽ 6000 രൂപയും, അതുപോലെ തന്നെ ഫ്രഷർ കാറ്റഗറിയിൽ +2 പാസ്സായവരാണെങ്കിൽ 6000 രൂപയും, ITI ആണെങ്കിൽ 7000 രൂപയാണ് ഇതിലെ സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. ഇനി ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 രൂപയാണ്. ഓൺലൈനായിട്ട് തന്നെ ഫീസ് അടയ്ക്കണം. SC ST കാറ്റഗറി, ഭിന്നശേഷിക്കാർ, സ്ത്രീകൾ എന്നിവർക്ക് ഫീസ് ഉണ്ടാകുന്നതല്ല. ഓക്കെ, ഇനി നോ ഫീ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, ഡിഫറൻറ്റ്ലി ഏബിൾ ആൻഡ് വിമൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു. ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.sr.indianrailways.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ റെയിൽവേയില് 14 സ്കൗട്ട്സ് അവസരങ്ങൾ വന്നിട്ടുണ്ട്. There are 14 vacancies in Scouts and Guides quota in various divisions and integral coach factory of Southern Railway. അതായത് സദേൺ റെയിൽവേയുടെ വിവിധ ഡിവിഷനുകളിലും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കോട്ടയിൽ 14 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ലെവൽ 1 തസ്തികകളാണ് കേട്ടോ. There are level 1 പോസ്റ്റ് ആണ്. തിരുവനന്തപുരം, പാലക്കാട് എവിടെയൊക്കെയാണ് vacancies? The vacancies are available in the following divisions. തിരുവനന്തപുരം, പാലക്കാട്, ചെന്നൈ, തിരുച്ചിറപ്പള്ളി, മധുരൈ ആൻഡ് സേലം എന്നീ ഡിവിഷനിലാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത്. ഈ തിരുവനന്തപുരം, പാലക്കാടിൽ 2 vacancies ആണ് വന്നിട്ടുള്ളത്. സെപ്റ്റംബർ 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.rrcmas.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ശ്രദ്ധിക്കേണ്ട കാര്യം ദക്ഷിണ റെയിൽവേയിൽ അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് അല്ല ഇത്. ഇത് എവിടെയാണ്? റെയിൽവേയില് സ്കൗട്ട്സ് അവസരങ്ങൾ വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തും പാലക്കാടും അവസരമുണ്ട്. 2 വാക്കൻസികൾ വെച്ചിട്ട് അല്ലെ. സദേൺ റെയിൽവേയുടെ വിവിധ ഡിവിഷനുകളിലും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കോട്ടയിൽ 14 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ലെവൽ 1 തസ്തികകളാണ്. തിരുവനന്തപുരം, പാലക്കാട്, ചെന്നൈ, തിരുച്ചിറപ്പള്ളി, മധുര, സേലം എന്നീ ഡിവിഷനുകളാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ 2 വിധം ഒഴിവുകളാണുള്ളത്. സെപ്റ്റംബർ 29 വരെ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ www.rrcmas.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പൊ അത് സെപ്റ്റംബർ 29. അതിന് മുന്നേ അപ്ലൈ ചെയ്യേണ്ടത് സെപ്റ്റംബർ 25 അപ്ലൈ ചെയ്യേണ്ടത് സദേൺ റെയിൽവേ ആണ്. 3518 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സദേൺ റെയിൽവേയിൽ സെപ്റ്റംബർ 25 അപ്ലൈ ചെയ്യണം. സ്കൗട്ട്സ് അവസരമാണെങ്കിൽ സെപ്റ്റംബർ 29 അപ്ലൈ ചെയ്യണം. ഇതില് സദേൺ റെയിൽവേ 3518 വാക്കൻസീസ് നമ്മൾ പറഞ്ഞത്. അതിൽ 710 വാക്കൻസീസും പാലക്കാട്, തിരുവനന്തപുരം ഡിവിഷനിലാണ് ഉള്ളത്. സദേൺ റെയിൽവേയിൽ 3518 അപ്രന്റീസ് അവസരമാണ് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം, പാലക്കാട്, കോയമ്പത്തൂര്, പേരമ്പൂർ, സേലം, ചെന്നൈ, പൊന്മല, തിരുച്ചിറപ്പള്ളി, മധുര ഡിവിഷനുകളാണ് അവസരങ്ങൾ വന്നിട്ടുള്ളത്. 1 മുതൽ 2 വർഷ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. തിരുവനന്തപുരം, പാലക്കാട് ഡിവിഷനുകളിൽ 710 ഒഴിവുകളാണുള്ളത്. സെപ്റ്റംബർ 25 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇത് കാറ്റഗറി എന്ന് പറയുന്നത് ഫ്രഷർ കാറ്റഗറിയും വരുന്നുണ്ട്, ITI കാറ്റഗറിയും വരുന്നുണ്ട്. ഫ്രഷർ കാറ്റഗറിയിൽ ഫിറ്റർ, പെയിന്റർ, വെൽഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ വരുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ 50% മാർക്ക് ഉള്ളവർക്ക് ഫിറ്റർ, പെയിന്റർ, വെൽഡറിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി +2
+2 50% മാർക്ക് വാങ്ങിയവർക്ക് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യനിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എക്സ് ITI കാറ്റഗറിയിൽ ഫിറ്റർ ടേണർ അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സെക്രട്ടറി അസിസ്റ്റന്റ് ആൻഡ് സ്റ്റെനോഗ്രാഫർ എന്നുള്ള വേക്കൻസീസ് ആണ് വരുന്നത്. അതിൽ ഫ്രഷർ കാറ്റഗറിയിലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 15 to 22 അതുപോലെ തന്നെ എക്സ് ITI MNT 15 to 24 വരെയാണ് ഏത് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.